സ്പെഷ്യൽ പഴക്കേക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളും എന്താണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ കുറഞ്ഞ എമൗണ്ടിൽ 1 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. ഓൾ പർപ്പസ് ഫ്ലവർ, 1/2 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 1/2 ഗ്ലാസ് പഞ്ചസാര, ഒരു 2-3 തുള്ളി വാനില എസൻസ്, 1 മുട്ട, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്, മിൽമയുടെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, 5-6 റോബസ്റ്റ പഴം. ഇത്രയും സാധനമാണ് വേണ്ടത്. മൈദ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം, അഴുക്കൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം. അതിനകത്ത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്ത് മൈദ നന്നായിട്ട് മിക്സ് ചെയ്യണം. 1 മുട്ട അടിച്ചെടുത്ത് അതിനകത്ത് പഞ്ചസാര പൊടിച്ച് ചേർക്കുക. അതോടൊപ്പം സൺഫ്ലവർ 1/2 ഗ്ലാസ് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മുട്ട, പഞ്ചസാര, എണ്ണ മിക്സ് ചെയ്തതിന് ശേഷം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൽ ആവശ്യത്തിന് വാനില എസൻസ് ചേർക്കണം. എന്നിട്ട് ഒരു സെപ്പറേറ്റ് ഒരു കട്ടിയുള്ള പാൻ ചൂടാകാൻ എടുത്തു വെക്കണം. അതോടൊപ്പം ഈ മൈദ, നമ്മുടെ മിക്സിനകത്ത് മൈദ കുറേശ്ശെ കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിക്കണം. അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി കട്ടയില്ലാതെ ഒത്തിരി വെള്ളമാകാതെ ഒരു ലൂസ് ബാറ്റർ, മീഡിയം ലൂസ് ബാറ്റർ ആയിരിക്കണം. അതേ രീതിയിൽ ഡൗ തയ്യാറാക്കിയെടുക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രൈയിങ് പാന് ചൂടാകാൻ അടുപ്പ് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ പഞ്ചസാര കുറേശ്ശെ വിതറി ഒരു കാരമലൈസ് ആക്കണം. അതായത് ഒരു ബ്രൗണിഷ്, കേക്കിൻ്റെ അടിഭാഗം ബ്രൗൺ കളറാകാൻ വേണ്ടി പഞ്ചസാര വിതറി ചൂടാക്കിയെടുക്കണം. അതിന് മുകളിൽ നമ്മുടെ റോബസ്റ്റ പഴം കട്ട് ചെയ്ത് നിരത്തി വെക്കുക. നിങ്ങൾക്ക് ഫ്രൈയിങ് പാൻ്റെ അടിഭാഗം നിരത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ മൈദയുടെ ബാറ്റർ ഈ പഴത്തിൻ്റെ മുകളിൽ ഒഴിച്ച് സെറ്റ് ചെയ്യുക. ഇപ്പം ഈ ബേക്ക് ചെയ്യുകയോ നിങ്ങൾക്ക് അല്ലാതെ ഇതേ രീതിയിൽ അടുപ്പിൽ തയ്യാറാക്കുകയോ ചെയ്യാം. അടുപ്പിൽ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ തീ കുറച്ച് വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇത് മറിച്ച് വേറൊരു പാത്രത്തിലോട്ട് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ പഴം മേളിലായി വരും. പിന്നെ തിരിച്ച് വീണ്ടും ഫ്രൈയിങ് പാനിനകത്തിട്ട് 5 മിനിറ്റ് ചൂടാക്കിയെടുത്ത കേക്ക് റെഡി.